എം.വി. ഗോവിന്ദൻ വരുത്തി പാർട്ടിയും മുന്നണിയും ശരിയായ ദിശാബോധത്തോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ അഹോരാത്രം പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അവരോടെല്ലാമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഉണ്ടായ ഈ പരാജയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. അതിന് എല്ലാ രീതിയിലും ജനങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുമ്പും ഇത്തരത്തിലുള്ള തോൽവി LDF കേരള ചരിത്രം നോക്കിയാൽ നേടിയിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ നിലമ്പൊത്തി വീഴുന്ന കാഴ്ച കാണുന്നത് അല്ല, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായിട്ട് പരിശോധന വേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല, പൊതുവേ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. ഓരോന്നും സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ വിശദമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള വളരെ ഫലപ്രദമായ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി തീർച്ചയായിട്ടും നിർവഹിക്കുന്നത്. TK ഗോവിന്ദൻ, G സുധാകരൻ, KV കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു തെറ്റുപറ്റിയെന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നു. അല്ല, അതെല്ലാം സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. അതൊന്നും ഇപ്പോൾ ഒരു വികാര പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടുന്ന ഒന്നല്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾ തിരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ധാരണയോടുകൂടി ഫലപ്രദമായ നിലയിൽ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലൂടെ മുന്നോട്ടേക്ക് പോകുമെന്നാണ്. VD സതീശന്റെ വാർത്താ സമ്മേളനം ഉടൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണവും ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അഭിലാഷേ, ഇപ്പോൾ M.V. ഗോവിന്ദനോട് ചോദിക്കുമ്പോൾ നല്ല പരാജയമാണ് നേരിട്ടത് എന്ന് പറയുന്നു. പക്ഷേ ഈ പരാജയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LDF സർക്കാർ അധികാരത്തിലിരുന്നു കൊണ്ട് നേരിടുന്ന ഏറ്റവും വലിയ പരാജയമാണ് കേരളത്തിലെ ചരിത്രത്തിൽ. ആ രീതിയിൽ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ ജനകീയ പ്രശ്നങ്ങളോട് ഉള്ള സമീപനത്തിൽ അങ്ങനെയൊക്കെ ഒരു വലിയ ഷിഫ്റ്റ്, വലിയ മാറ്റം വരുത്താൻ CPM-നെ ഈ പരാജയം പ്രേരിപ്പിക്കുക. ഒരുപാട് പാഠങ്ങളുണ്ട്. തീർച്ചയായും ധാർഷ്ട്യവും ധിക്കാരവും ജനങ്ങൾ വകവെച്ചു കൊടുക്കില്ല എന്ന ഒരു വലിയ പാഠം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു കേസ് സ്റ്റഡി ആയിട്ട് ഒരു UDF അനുകൂല മണ്ഡലത്തിൽ ഇത്രയും വലിയ ട്രെൻഡ് ഉണ്ടായിട്ട് KV സുമേഷ് എന്ന ചെറുപ്പക്കാരൻ ജയിച്ചു വന്നത് എന്ന ഒറ്റ കാര്യം CPM പഠിച്ചാൽ എങ്ങനെ തിരുത്തണം എന്നുള്ള കാര്യം M. വിജയൻ നല്ല ഭൂരിപക്ഷത്തിൽ കല്യാശ്ശേരിയിൽ നിന്ന് വിജയിക്കും. അതെ, അതൊരു ഇടത് അനുകൂല മണ്ഡലമാണെന്ന് വെക്കാം. പക്ഷേ അഴീക്കോടിന്റെ കാര്യം അങ്ങനെ പോലുമല്ല. അതുകൊണ്ട് തീർച്ചയായും CPM-നെ സംബന്ധിച്ച് ഇനി തിരുത്തലേണ്ട സമയമാണ്. സർക്കാരിനി ഇല്ല, പക്ഷെ സംഘടനാപരമായി വലിയ തിരുത്തലുകൾ വരുത്തേണ്ട സമയമാണ്. അതിജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, തോൽവിക്ക് ശേഷം പശ്ചിമ ബംഗാളിൽ CPIM ഇല്ലാതായി. ത്രിപുരയിൽ പിന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ത്രിപുരയുടെയും പശ്ചിമ ബംഗാളിന്റെയും വഴിയിലാണ് കേരളത്തിലെ CPM എങ്കിൽ പിന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് നമുക്ക് ഈ ആർക്കൈവൽ രേഖകളിലൊക്കെ ഉള്ള ഒരു പാർട്ടി നാമമായി മാത്രം ചുരുങ്ങിപ്പോകും. എങ്ങനെയാണ് 64 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ബ്ലോക്ക് ഇപ്പോൾ 5 പേർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ലോക്സഭയിൽ മാറി എന്നുള്ളത് നമ്മുടെ ചരിത്രമാണ്.